ചില നാടുകളെ അടയാളപ്പെടുത്തിയിരുന്നത് അവിടുത്തെ മരങ്ങളും അവിടുത്തെ ചെടികളും അവിടുത്തെ പാറകളും കൊണ്ടാണെങ്കിൽ ഇവിടെ ഈ നാടിനെ അടയാളപ്പെടുത്തിയിരുന്നത് ഒരു കുറ്റി കൊണ്ടാണ്. അതും ഏഴാം കുറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ 7-ാം മൈൽ എന്ന് പറയുന്ന ഒരു മയിൽക്കുറ്റി കൊണ്ടാണ്. ആ മയിൽക്കുറ്റിയും ആ മയിൽക്കുറ്റിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ആയൂർ ടു ഓയൂർ ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ 7-ാം മൈൽ അല്ലെങ്കിൽ 7-ാം കുറ്റി സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥലം ഇത് കരിങ്ങന്നൂരിനും ഓയൂരിനും ഇടയ്ക്കുള്ള 7-ാം കുറ്റി എന്ന പേരിലും 7-ാം മൈൽ എന്ന പേരിലും അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 7-ാം കുറ്റി. ഇതിൽ 2 തരത്തിൽ, ഇത് 7 എന്ന നമ്പറിലും താഴെ ഒരു 7, അത് പഴയ ലിപിയിൽ 7 എഴുതിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു ടയറിട്ട് അതിൽ കുറച്ച് മണ്ണും ഇട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ മരവും ഇവിടെയുണ്ട്. പക്ഷേ ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ്. നമ്മുടെ കഴിഞ്ഞ തലമുറയ്ക്ക് മയിലെറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. അതുപോലെ ചുമട് താങ്ങി എന്ന് പറയുന്നൊരു സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്തുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും പല രീതിയിലും അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശേഷം നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് രാജേന്ദ്ര പ്രസാദ്. 7-ാം കുറ്റി സ്വദേശിയാണോ? 7-ാം കുറ്റി സ്വദേശിയാണ്. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ 7-ാം കുറ്റി എന്ന് പറയുന്ന ഒരു പേര് വരാൻ ഒരു കുറ്റി ഇവിടെ ഉണ്ട്. ആ കുറ്റി എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ വെച്ചതെന്നും എത്ര കാലമായി കാണും ഇതിവിടെ വെച്ചതെന്നും വല്ല ഐഡിയ ഉണ്ടോ? ബ്രിട്ടീഷുകാരുടെ കാലത്തെ വെച്ച ഒരു കുറ്റിയാണ്. എനിക്ക് ഏതാണ്ട് 64 വയസ്സുണ്ട്. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ കാലത്തെ ഉള്ള ഒരു കുറ്റിയാണ് 7-ാം കുറ്റി എന്ന് പറയുന്ന ആ ഇരിക്കുന്ന സർവേക്കല്ല് പോലെ. അന്ന് ഈ കിലോമീറ്ററുകളില്ല, മൈലുകളാണ്. അപ്പോൾ 7-ാം മൈൽ എന്നാണ്, ആയൂരിന്ന് 7-ാം മൈൽ എന്നാണ് ഈ 7-ാം കുറ്റിയെ അന്ന് ഉദ്ദേശിക്കുന്നത്. 7-ാം മൈൽ എന്ന് പറഞ്ഞാൽ മാത്രമേ ബസ്സിലായാലും ടിക്കറ്റ് എടുക്കുന്നതിനും എല്ലാം ഈ സ്ഥലപ്പേര് 7-ാം മൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ആ മയിൽക്കുറ്റിയാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് നമുക്കുള്ള നാട്ടിൽ എല്ലാവരും ഞങ്ങളുടെയൊക്കെ കുട്ടിനാൾ മുതൽ ഏതാണ്ട് 100 വർഷത്തിൽ പഴക്കമുള്ള നാട്ടാണ് ഇതിനെപ്പറ്റി അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഇത് 7-ാം മൈലിൽ നിന്നാണ് അറിയുന്നത്. പിന്നെ വില്ലേജിൽ ചെന്നാലും പഞ്ചായത്തിൽ ചെന്നാലും 7-ാം മൈലിൽ നിന്ന് തന്നെ റെക്കോർഡുകളിൽ പോലും അങ്ങനെ ഉള്ളത്. നിങ്ങളെ ചെറുപ്പകാലം മുതലേ ഇവിടെ ഉണ്ട്? എനിക്ക് 64 വയസ്സുണ്ട്. അപ്പൊ നമ്മള് അവിടുന്ന് ആയൂരിന്ന് 7 മൈലാണ് ഇവിടെ ഈ കുറ്റി ഇരിക്കുന്ന സ്ഥലത്താണ്. എത്ര കിലോമീറ്റർ ആണോ? അപ്പോഴ് 11 കിലോമീറ്റർ. അപ്പൊ 7 മൈൽ 11 കിലോമീറ്റർ ആണെന്നുള്ളൊരു പുതിയ അറിവ് കൂടി ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാണ്. ഓക്കെ, താങ്ക് യു. ഈ വിഷയത്തിൽ ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്, ഈ മയിൽക്കുറ്റി നമ്മൾ സംരക്ഷിക്കപ്പെടണം. ഇത് ഈ മരത്തിൻ്റെ ചുവട്ടിലായതുകൊണ്ട് തന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇത് പക്ഷേ പുഴുതു പോകാനോ ഇളകിപ്പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് നല്ലതുപോലെ ഉറപ്പിച്ച് ഇതൊരു വളരെ പുരാതനമായിട്ടുള്ള ഒരു കല്ല് എന്നുള്ള നിലയിൽ ഇതിനെ സംരക്ഷിക്കുകയും ഇതിന് ഒരു സംരക്ഷണ സമിതി തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം. കാരണം ഇതുപോലുള്ള ശേഷിപ്പുകളൊന്നും എല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ 7-ാം കുറ്റി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന, നമ്മുടെ ഓയൂർ റോഡിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നാടിൻ്റെ അഭിമാനമായി 7-ാം കുറ്റി സംരക്ഷിക്കപ്പെടണം എന്നാണ് ആയൂർ ടു ഓയൂർ ന്യൂസിന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.